അപ്പോൾ നമുക്ക് ഇച്ചിരി നെയ്ച്ചോറും ചിക്കൻ ബിരിയാണിയും ഉണ്ടാക്കാം. ചിക്കൻ ബിരിയാണിയല്ല, ചിക്കൻ കറിയും നെയ്ച്ചോറും. അപ്പോൾ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടിയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനകത്തോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും. ആദ്യമേ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ. ഇഞ്ചി ഒന്ന് മൂത്ത് വന്നപ്പോഴേ നമുക്ക് ഇനി ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം, സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അടച്ചു വയ്ക്കാം. നമുക്ക് അതിനകത്തുള്ള ആവിയിലൊന്ന് പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ കഴുകി മഞ്ഞൾപ്പൊടി ഉപ്പും പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് വരും. എന്നിട്ട് കുറച്ച് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ലേശം, ഒരുപാട് വെള്ളം, കുറച്ച്. ഇതിനകത്ത് നമുക്ക് വെള്ളം ഉണ്ടല്ലോ, അപ്പം പിന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറിനൊപ്പം ഉള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും. നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കണമല്ലോ, അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പോട്ടിലോട്ട്. എന്നിട്ട് ഈ സാധനങ്ങളുണ്ടല്ലോ, കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ആ സാധനം അതെല്ലാം കൊടുത്തു കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ഉള്ളി ഇത്രയും കൊടുത്തു കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് വെള്ളം വെട്ടിത്തിളപ്പിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കഴുകി കുതിർത്തിട്ട് നമ്മൾ കണ്ണാപ്പയെ വെച്ച് തോത്തിയെടുത്ത ആ അരി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ നെയ്ച്ചോറ് ബിരിയാണി വെക്കുമ്പോൾ കറക്റ്റ് ഉപ്പ് ഇടാൻ അറിയാത്ത ആളുകളുണ്ടല്ലോ, അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അരി വാരി വെച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഒരു ശകലം മുന്നേ നിൽക്കുന്ന രീതിയിൽ ഇടാമെങ്കിൽ നമ്മളത് വെന്ത് വരുമ്പോൾ അത് സെറ്റാവും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. മുന്നേ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലായിട്ട്, അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം, ഒരുപാടല്ല, ലേശം കൂടുതലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അരി വെന്ത് വരുമ്പോഴത്തേക്ക് അത് സെറ്റാവും. നാരങ്ങ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഈ ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ട് അതൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കാഷ്നട്ടും കിസ്മിസും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. നെയ്ച്ചോറിന്റെ കോമ്പിനേഷൻ നോക്കാം. വേണ്ട, ചിക്കൻ കറിയും പിന്നെ സലാഡ്, പരിപ്പ് കറി, ചാറ്, ഇത്രയും സാധനം കേട്ടോ. നമുക്കൊന്ന് കഴിച്ച് നോക്കാം.